പോൾ മാനേജറിൻ്റെ വെബ് പോർട്ടലിൻ്റെ ഡെമോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോൾ മാനേജർ ആപ്ലിക്കേഷൻ പോളിംഗ് ഒഫീഷ്യൽസിന് പ്രീ പോളിൻ്റെയും പോളിൻ്റെയും ടാസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ ഒരു ഡിജിറ്റൽ വർക്ക് സ്പേസ് ആയിട്ട് ഇലക്ഷൻ ഒഫീഷ്യൽസിനും പോൾ മാനേജേഴ്സിനും വേരിയസ് ടാസ്ക് മാനേജ് ചെയ്യാൻ വേണ്ടി ഇലക്ഷൻ പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷനാണ്. റിയൽ ടൈം വോട്ടർ ടേൺ ഔട്ട് അപ്ഡേറ്റ്സും ക്വിക്ക് റിപ്പോർട്ടിങ്ങും കോണ്ടാക്ട് സെർച്ച് ഫെസിലിറ്റിയും SOS അലേർട്സും ഈ വെബ്സൈറ്റിൻ്റെ ഫീച്ചേഴ്സാണ്. അപ്പോൾ മെയിനായിട്ട് ഈ വെബ്സൈറ്റ് യൂസർ ഹൈറാർക്കി എന്ന് പറയുന്നു. SEO യൂസർ, DEO യൂസർ ആൻഡ് RO യൂസർ ആണ്. ഈ ഡെമോയിൽ നമ്മൾ DEO യൂസറും ഡിസ്ട്രിക്ട് ഇലക്ഷൻ ഓഫീസർ യൂസറും റിട്ടേണിംഗ് ഓഫീസർ യൂസറുമാണ് നോക്കുന്നത്. ഫസ്റ്റ് ലോഗിന് രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറും പാസ്വേഡും എൻ്റർ ചെയ്യേണ്ടതാണ്. പാസ്വേഡ് എൻ്റർ ചെയ്തതിന് ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യുക. നമ്മളിപ്പം ഹോം പേജിലേക്കാണ് പോയത്. ഇത് ഈ വെബ് പോർട്ടലിൻ്റെ ഡാഷ്ബോർഡാണ്. ഈ ഡാഷ്ബോർഡിൽ 3 ടാബ്സ് ഉണ്ട്. പ്രീ പോൾ ഡേ ക്വസ്റ്റ്യൻസ്, പോൾ ഡേ ക്വസ്റ്റ്യൻസ്, SOS കംപ്ലയിൻസ്. ഈ ഹോം പേജിൽ ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ എത്ര ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തു ഔട്ട് ഓഫ് ടോട്ടൽ പോളിംഗ് സ്റ്റേഷൻ ഈ ഡിസ്ട്രിക്റ്റിൽ, അത് എത്ര പെർസെൻറ്റേജ് ആണെന്നും കാണിക്കുന്നുണ്ട്. പോൾ ഡേയിലും ഓരോ ക്വസ്റ്റ്യൻസ് എത്ര ആൻസർ ചെയ്തു ഔട്ട് ഓഫ് ടോട്ടൽ പോളിംഗ് സ്റ്റേഷൻസ് അതിൻ്റെ പെർസെൻറ്റേജ് ഗ്രാഫിക്കലി ഇത് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. കറണ്ട് ഇൻകംപ്ലീറ്റ് ആക്ടിവിറ്റി ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ SOS കംപ്ലയിൻസ് ഈ ഡിസ്ട്രിക്റ്റിൽ റേസ് ചെയ്തത് നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്. നമ്മൾ ഈ DEO യൂസറിൻ്റെ മെനു നോക്കാം. മെനുവിൽ കമ്മ്യൂണിക്കേഷൻ പ്ലാന്, മാനേജ് യൂസേഴ്സ്, വോട്ടേഴ്സ് ടേൺ ഔട്ട് ആൻഡ് അവർലി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ലൈവ് അപ്ഡേറ്റ്സ് ആണ് ഉള്ളത്. നമുക്ക് ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ പ്ലാൻ നോക്കാം. കമ്മ്യൂണിക്കേഷൻ പ്ലാനിൽ ഡെസിഗ്നേഷൻ സെക്ടർ ഓഫീസർ സെലക്ട് ചെയ്യുക, ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുക, വാർഡ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ വാർഡിലെ പോളിംഗ് സ്റ്റേഷൻസ് കാണാൻ പറ്റും. അത് സെലക്ട് കൊടുത്തിട്ട് പർട്ടിക്കുലർ SOയുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അപ്ഡേറ്റ് ഓഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് സക്സസ്ഫുള്ളി എന്ന നോട്ടിഫിക്കേഷൻ കിട്ടും. ഇങ്ങനെയാണ് ഒരു സെക്ടർ ഓഫീസറിനെ കമ്മ്യൂണിക്കേഷൻ പ്ലാനിലേക്ക് ആഡ് ചെയ്യുന്നത്.
അടുത്തതായിട്ട് മാനേജ് യൂസേഴ്സ് ഓപ്ഷനാണ്. മാനേജ് യൂസേഴ്സിൽ ഈ ലോക്കൽ ബോഡിയുടെ ലിസ്റ്റിൽ നമ്മൾ ആക്ഷനിൽ മേലെ റോളും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂസറിനെ ഇപ്പം ഇവിടെ 2 RO യൂസേഴ്സിനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ യൂസേഴ്സിനെ എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനും ഉള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അടുത്തതായിട്ട് വോട്ടേഴ്സ് ടേൺ ഔട്ട് ആണ്. വോട്ടേഴ്സ് ടേൺ ഔട്ട് ഈ പർട്ടിക്കുലർ ഡിസ്ട്രിക്റ്റിന്റെ ടോട്ടൽ ടേൺ ഔട്ട് ഡേറ്റയാണ്. ടോട്ടൽ വോട്ടേഴ്സ്, ടോട്ടൽ വോട്ട്സ്, റിമൈനിങ് വോട്ട്സ്, ടോട്ടൽ ടേൺ ഔട്ട്, പോളിംഗ് പ്രോഗ്രസ്, percentage data, male voters, total polled, female voters, total polled, total votes ഡേറ്റയാണ് കാണുന്നത്. ലോക്കൽ ബോഡി വൈസ് ടേൺ ഔട്ട് ഡേറ്റയാണ് ഈ ടേബിളിൽ കാണുന്നത്. ആ പർട്ടിക്കുലർ ലോക്കൽ ബോഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡേറ്റ ആ പർട്ടിക്കുലർ ലോക്കൽ ബോഡിയുടെ ഡേറ്റ, ടോട്ടൽ ഡേറ്റ കാണാൻ പറ്റും. ടോട്ടൽ വോട്ട്സ്, റിമൈനിങ്, ടോട്ടൽ ടേൺ ഔട്ട്, പോളിംഗ് പ്രോഗ്രസ്, മെയിൽ വോട്ടേഴ്സ്, ഫീമെയിൽ വോട്ടേഴ്സ് ആൻഡ് ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സ്. താഴെ കാണുന്ന ടേബിള് വാർഡ് വൈസ് ടേൺ ഔട്ട് ഡീറ്റെയിൽസ് ആണ്. ഈ പർട്ടിക്കുലർ വാർഡിൽ ടോട്ടൽ വോട്ടേഴ്സ്, ടോട്ടൽ പോൾഡ് പെർസെൻറ്റേജും മെയിൽ, ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഡേറ്റയാണ്. ഈ പർട്ടിക്കുലർ വാർഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർഡിലുള്ള പോളിംഗ് സ്റ്റേഷന്റെ ഡേറ്റ നമുക്ക് കാണാൻ സാധിക്കും. അതായത് ടോട്ടൽ വോട്ടേഴ്സ്, ടോട്ടൽ പോൾഡ് പെർസെൻറ്റേജ്. അടുത്തത് അവർലി സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അവർലി സ്റ്റാറ്റിസ്റ്റിക്സും 2 ടാബ്സ് ഉണ്ട്. പ്രീ പോൾ ഡേ ക്വസ്റ്റ്യൻസും പോൾ ഡേ ക്വസ്റ്റ്യൻസും. നമ്മൾ പർട്ടിക്കുലർ ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ലോക്കൽ ബോഡിയുടെ ലിസ്റ്റ് വരും. ലോക്കൽ ബോഡി സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ പർട്ടിക്കുലർ ലോക്കൽ ബോഡിയുടെ അപ്ഡേറ്റഡ് ഡേറ്റ കാണാൻ സാധിക്കും. ഈ പർട്ടിക്കുലർ ക്വസ്റ്റ്യനിൽ update polling status up to 8 AM 10 out of 28 questions 10 out of 28 പോളിംഗ് സ്റ്റേഷൻസ് ആൻസർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെർസെൻറ്റേജ്, മെയിൽ, ഫീമെയിൽ ആൻഡ് ട്രാൻസ്ജെൻഡർ ഡേറ്റ, ടോട്ടൽ ഡേറ്റ. ഈ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ വാർഡ് വൈസ് ലിസ്റ്റ് കിട്ടും. ഈ ലിസ്റ്റിൽ സ്റ്റാറ്റസ് കാണാൻ പറ്റും. അതുകൂടാതെ ഈ സ്റ്റാറ്റസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്.
ഇനി അടുത്തതായിട്ട് സെർച്ച് ഫംഗ്ഷനാലിറ്റി ആണ്. സെർച്ച് ഫംഗ്ഷനാലിറ്റി നമുക്ക് കീവേഡ് ഉപയോഗിച്ച് സെർച്ച് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ ഈ പർട്ടിക്കുലർ ബട്ടൺ വാർഡ് കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ വാർഡ് കോഡിൻ്റെ റേഞ്ച് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ റേഞ്ചിലെ വാർഡ് ഡീറ്റെയിൽസ് ലിസ്റ്റഡായി കാണാൻ പറ്റും. ഇനി RO യൂസറിന് ലോഗിൻ ചെയ്ത് നോക്കാം. രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ, പാസ്വേഡ്, ക്യാപ്ചയും എൻ്റർ ചെയ്യേണ്ടതാണ്. RO യൂസറിൻ്റെ മെനു ഓപ്ഷൻസ് ആണ് ഫോട്ടോസ് ടേൺ ഔട്ട്, ലൈവ് അപ്ഡേറ്റ്സ്, അവർലി സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പോളിംഗ് ടീം. പോളിംഗ് ടീം നമ്മൾ സെലക്ട് ചെയ്യുവാണെങ്കിൽ പർട്ടിക്കുലർ ലോക്കൽ ബോഡി വാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് സെർച്ച് ഓപ്ഷൻ കൊടുത്താൽ ആ വാർഡിലെ പോളിംഗ് സ്റ്റേഷൻ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ആ പോളിംഗ് സ്റ്റേഷൻ ഡീറ്റെയിൽസിൽ മെനുവിൽ എഡിറ്റ് പ്രിസൈഡിംഗ് ഓഫീസർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രിസൈഡിംഗ് ഓഫീസർ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാൻ പറ്റും. ഇത് എഡിറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. അടുത്തതായിട്ടുള്ള ഓപ്ഷനാണ് വോട്ടേഴ്സ് ടേൺ ഔട്ട്. വോട്ടേഴ്സ് ടേൺ ഔട്ട് ഈ പർട്ടിക്കുലർ ലോക്കൽ ബോഡിയുടെ ടോട്ടൽ ടേൺ ഔട്ട് ഡേറ്റയാണ്. ടോട്ടൽ വോട്ട്സ്, റിമൈനിങ് വോട്ട്സ്, ടോട്ടൽ ടേൺ ഔട്ട്, പോളിംഗ് പ്രോഗ്രസ്, എത്ര പെർസെൻറ്റേജ് ആണ്, മെയിൽ വോട്ടേഴ്സ്, ഫീമെയിൽ വോട്ടേഴ്സ് ആൻഡ് ട്രാൻസ്ജെൻഡർ വോട്ടേഴ്സ് ഡേറ്റ. അതുകൂടാതെ താഴത്തെ ടേബിള് വാർഡ് വൈസ് ടേബിൾ ആണ്. ഇത് ഈ പർട്ടിക്കുലർ RO യൂസറിന് വ്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാർഡിലെ പോളിംഗ് സ്റ്റേഷൻ ഡേറ്റ, ടോട്ടൽ വോട്ടേഴ്സ്, ടോട്ടൽ പോൾഡ് ആൻഡ് ടോട്ടൽ പോൾഡ് പെർസെൻറ്റേജ്, മെയിൽ ഡേറ്റ ആൻഡ് ഫീമെയിൽ ഡേറ്റ ആൻഡ് ട്രാൻസ്ജെൻഡർ ഡേറ്റ കാണാവുന്നതാണ്. അടുത്തതാണ് അവർലി സ്റ്റാറ്റിസ്റ്റിക്സ്. അവർലി സ്റ്റാറ്റിസ്റ്റിക്സും രണ്ട് ടാബ്സ് ഉണ്ട്. പ്രീ പോൾ ഡേ ക്വസ്റ്റ്യൻസ്, പോൾ ഡേ ക്വസ്റ്റ്യൻസ്. ഇത് പോളിംഗിന്റെ അവർലി ഡേറ്റ വ്യൂ ചെയ്യുവാൻ യൂസ് ചെയ്യുന്ന ഓപ്ഷനാണ്. ഫോർ എക്സാമ്പിൾ, അപ്ഡേറ്റ് പോളിംഗ് സ്റ്റാറ്റസ് അപ് ടു 10 AM എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുവാണെങ്കിൽ ആ ഓപ്ഷൻ്റെ വാർഡ് വൈസ് ഉള്ള ലിസ്റ്റ് കാണാൻ പറ്റും. അതിൻ്റെ സ്റ്റാറ്റസ്, ആ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്. അതുകൂടാതെ വ്യൂ വാർഡ് വൈസ് ഡാഷ്ബോർഡ് എന്ന ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്യുവാണെങ്കിൽ പർട്ടിക്കുലർ ലോക്കൽ ബോഡിയുടെ ക്വസ്റ്റ്യൻസ് ഡേറ്റ കാണാൻ സാധിക്കും. വാർഡ് വൈസ് ലിസ്റ്റ്, അതിൻ്റെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും അവൈലബിൾ ആണ്.
ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പോൾ മാനേജർ വെബ് പോർട്ടലിൻ്റെ ഫീച്ചേഴ്സ്. താങ്ക് യു.